ബൈബിൾ ഇൻസൈറ്റ്സ് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. സത്യവേദ പുസ്തകം വായിക്കുകയും പഠിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ആത്മീക ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ഭാഗമാണ്. അതിനായി വേദപുസ്തകം അത് എഴുതപ്പെട്ട അർത്ഥത്തിൽ തന്നെ ഗ്രഹിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമായ ഒരു ഘടകവുമാണ്. ഇപ്രകാരം സത്യവേദ പുസ്തകം വായിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തകം അത് എഴുതപ്പെട്ട അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കി ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ദീർഘനാളുകളായി ഉണ്ടായിരുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ മറുപടി തരുവാൻ കർത്താവിൽ പ്രസിദ്ധനും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ ഇന്നും നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഈ എപ്പിസോഡ് തുടങ്ങിയതിൽ പിന്നെ അനേകം ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. പല ചോദ്യങ്ങളും പെൻഡിങ് ആയി ഇങ്ങനെ ഉണ്ട്. അതിലെ ആദ്യത്തെ ഒരു ചോദ്യം ഇപ്രകാരമാണ്. 1 പത്രോസ് 3-ാം അധ്യായം 18-19 ആ വാക്യങ്ങളെ ആസ്പദമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ വചനം ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവും നമ്മെ ദൈവത്തോടടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ച് ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു എന്ന് പറയുന്നു. ഈ വചനത്തിന്റെ പൊരുൾ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു മോം. നമുക്ക് പൊരുൾ തിരിക്കാവുന്നൊരു കാര്യമാണത്. ചോദ്യം വളരെ ജെന്യുവിനാണ്. അതിൽ ഒരു വേർഡിൽ നമ്മൾ എൻ്റെ മറുപടി ചെയ്യാൻ ശ്രമിച്ചാൽ ദൈവത്തിൻ്റെ നീതി, ഗോഡ്സ് റൈച്ചസ്നെസ് ആണ് ഇതിനകത്ത് പൊരുൾ തിരിച്ചു കിട്ടേണ്ടത്. പൊരുൾ തിരിക്കുന്നു പറഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടേണ്ടതെന്ന് വെച്ചാൽ ഗോഡ്സ് റൈച്ചസ്നെസ് ആണ്. ഗോഡ്സ് റൈച്ചസ്നെസ് എന്ന് പറയുമ്പോൾ ദൈവം എല്ലാ കാര്യത്തിലും നീതിമാനായിരിക്കണം. ദൈവം നീതിമാനല്ല എന്ന് വന്നാൽ ദൈവം അല്ലാതാകുകയാണ്. ദൈവത്തെ ദൈവമാക്കി നിലനിർത്തിയിരിക്കുന്ന പ്രധാന ഫാക്ടർ ദൈവത്തിന്റെ നീതി, ഗോഡ്സ് റൈച്ചസ്നെസ് ആണ്. അതൊരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നോഹയുടെ കാലത്ത് ആളുകൾ പാപം ചെയ്തു, ദൈവം അവരെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. കൊടുത്ത വാർണിംഗ് ജലപ്രളയമാണ്. അന്ന് വരെ ആൾ മഴ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല, അറിയത്തില്ല. അതുവരെയും കണ്ടിട്ടും കേട്ടിട്ടില്ലാത്തൊരു കാര്യം സംഭവിക്കുമെന്ന് നോഹ പറയുമ്പോൾ അതിനൊരു എവിഡൻസ് ഇല്ലല്ലോ. ഇങ്ങനത്തെ കാര്യം നടന്നിട്ട് എവിഡൻസ് ഇല്ലല്ലോ. ഒരു ചാറ്റമഴ പോലും കണ്ടിട്ടില്ല. പിന്നെ ഇങ്ങനെ ആകാശത്ത് നിന്ന് വെള്ളം ഇങ്ങോട്ട് വീണ്, ആകാശത്ത് നിന്ന് വെള്ളം താഴോട്ട് വീണ്, ആ വെള്ളം പൊങ്ങി 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 ഭൂമി വീണ് വെള്ളത്തിനടിയിലെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അന്ന് വിശ്വസിക്കാൻ കഴിയത്തില്ല. അവർ മരിച്ചു. അവരുടെ ആത്മാക്കള് തടവിലായി. തടവിലാകുന്ന ഒരു ബന്ധന സ്ഥലത്തിട്ടിരിക്കുക. അന്ത്യന്യായവിധിയുടെ ദിവസമാണ് അവരെ ന്യായം വിധിക്കാൻ വിളിക്കുന്നത്. ഡൂംസ്ഡേയിൽ അവരെ ന്യായം വിധിക്കാൻ വിളിക്കുമ്പോൾ അവരോട് ദൈവം ചോദിക്കും, നിങ്ങൾ എന്താ അനുസരിക്കാഞ്ഞത്? നിങ്ങൾ എന്താ അനുസരിക്കുന്നത്? ഈ അപ്പൂപ്പ് വന്ന് പറഞ്ഞു മഴ പെയ്യുന്നു പറഞ്ഞു. കിറുക്കെന്നല്ല നമുക്ക് എന്ത് പറയാൻ കഴിയും? ഇതുവരെ മനുഷ്യൻ കണ്ടും കേട്ടില്ല അറിഞ്ഞില്ലാത്തൊരു കാര്യം ഏത് ബേസിലാണ് ഇയാൾ പറയുന്നത്? ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ഒരു ബേസിസ് തരണ്ടേ? ഇവിടെയാണ് ഈ ഫെയ്ത്ത് ഇൻ ദ ബൈബിൾ എന്ന ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ മുമ്പും ആൻസർ പറഞ്ഞിട്ടുള്ളതാണ്. ഫെയ്ത്ത് എന്ന വേർഡിന് ഈ പിന്നെ കേംബ്രിഡ്ജ് ഡിക്ഷണറിയിൽ ദാറ്റ് വിച്ച് ഹാസ് നോ എവിഡൻസ് എന്നാണ്. ദാറ്റ് വിച്ച് ഹാസ് നോ എവിഡൻസ്, ഒരു തെളിവും പറയാൻ, അല്ലെങ്കിൽ ഓരോ വിശ്വാസം ആളുകളുടെ തെളിവ് ചോദിക്കരുത്. പക്ഷെങ്കിൽ എമുന,
എന്ന ഹീബ്രു വേർഡാണ് ഫെയ്ത്ത് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിലോട്ട്. ഉം. അതിൻ്റെ അർത്ഥം ദാറ്റ് വിച്ച് ഈസ് എവിഡൻസ് ബേസ്ഡ് എന്നാണ്. ദാറ്റ് വിച്ച് ഈസ് എവിഡൻസ് ബേസ്ഡ്, അത് എവിഡൻസ് ബേസ്ഡ് ആയ കാര്യമാണ് വിശ്വാസം. ഇപ്പൊ രണ്ട് പെർസ്പെക്റ്റീവും തമ്മിൽ വ്യത്യാസം നോക്കിയേ. നമ്മുടെ വെസ്റ്റേൺ പെർസ്പെക്റ്റീവിൽ നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പെർസ്പെക്റ്റീവ് ബൈബിൾ പഠിക്കുന്നുണ്ടാ. ഈ പാശ്ചാത്യ വീക്ഷണത്തിൽ വിശ്വാസത്തിന് എവിഡൻസ് തെളിവ് വേണ്ട, ഓരോ വിശ്വാസം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഓറിയന്റൽ പെർസ്പെക്റ്റീവിൽ എവിഡൻസിൽ ബേസ്ഡ് ആയിരിക്കുന്നതിനെ വിശ്വാസം എന്ന് പറയാൻ പാടുള്ളൂ. എക്സാമ്പിൾ, യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതുക. ലാസ്റ്റ് പറഞ്ഞു യേശുക്രിസ്തു ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതിനോട് എഴുതിയ പുസ്തകം തികയത്തില്ല. ഇത്തരം കാര്യങ്ങൾ ഞാൻ എടുത്തു പറയുന്നത് യേശുക്രിസ്തു ദൈവമാണ് എന്ന് നിങ്ങൾ കണ്ട് അറിഞ്ഞ് വിശ്വസിക്കേണ്ടതിന്. അപ്പൊ കണ്ടറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ വിശ്വസിക്കണ്ട. ഇഫ് യു ഡോണ്ട് ഹാവ് എവിഡൻസ് യു ഡോണ്ട് ഹാവ് ടു ബിലീവ്. അതാണ് ബൈബിൾ വിശ്വാസം. ഈ നോയയുടെ കാലത്ത് ഈ പുള്ളിക്കാരന്മാര് അവർ ന്യായാധിപതി ചോദിക്കുക, ഞങ്ങളെങ്ങനെ വിശ്വസിക്കുക, ഞങ്ങൾ നിങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു കാര്യത്തെ വിശ്വസിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ വിശ്വസിക്കാതിരുന്നിട്ട് ഞങ്ങളെ വിശ്വസിച്ചില്ലെന്ന് പറഞ്ഞ് ന്യായം വിധിക്കുന്നു പറഞ്ഞാൽ അത് നീതി അല്ലല്ലോ. ആണോ? അത് ദൈവനീതി അല്ലല്ലോ. ദൈവത്തിന്റെ റൈച്ചസ്നെസ് അല്ലേ അവിടെ ഓൺ സ്റ്റേക്ക് അപകടത്തിലാകുന്നത്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ദൈവപുത്രൻ എന്ത് ചെയ്തു? തൻ്റെ ആത്മാവിൽ ഇവിടെ ചെല്ലുന്നു, ഈ ബന്ധന സ്ഥലത്ത് ചെല്ലുന്നു. ഇതിന്റെ ഒന്നാമത്തെ കാര്യം, മരണത്തിന്റെ അധികാരിയെ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. എബ്രായ ലേഖനത്തിൽ ഇനിയും ഈ ഹെയ്ഡസിന്റെ ചാർജ് ഡെവിളിനില്ല. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോല് ഇനി തിരിച്ചു മേടിച്ചു. എന്തോ തെളിവ്? വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, യോഹന്നാനെ ഞാൻ ഒരിക്കൽ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോല് എൻ്റെ കയ്യിലുണ്ട് അല്ലേ? മേടിച്ചു. എന്നിട്ട് അവിടെ കിടന്നവരോട് പറഞ്ഞു, ലുക്ക്, നൗ ഐ ഗിവ് യു അനദർ എവിഡൻസ്. I died for the sin of all who believes. എൻ്റെ ഏകയാഗത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ റൈച്ചസ്നസ് ഞാൻ ഇംപ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു ഇംപ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ചെയ്തിരിക്കുക. I can impute it on you also. ആ റൈച്ചസ് നിങ്ങൾക്ക് ഞാൻ ഇംപ്യൂട്ട് ചെയ്ത് തരാം. So you are righteous. You can come to heaven with me. അവരെ സംബന്ധിച്ചോളം that was a golden opportunity. They said yes, we want to. അപ്പം അതാണ് തടവിൽ കിടക്കുന്നവരോട് സുവിശേഷം പ്രസംഗിച്ചു. അതിന്റെ താക്കോലും ചോദിച്ചു. ഇനി അതിന് താരം കൊണ്ടിടാനും ഒക്കത്തില്ല. എന്നിട്ട് അവരെ ബദ്ധന്മാരെ വിടുവിച്ചുകൊണ്ട് സൗഭാഗ്യത്തിലേക്ക് പോവുക. ഈ ബദ്ധന്മാരെ വിടുവിച്ച സൗഭാഗ്യം എന്ന് പറയുന്ന ആ സ്ഥലത്തെ കൊണ്ട്, ഇതൊക്കെ ഓരോ സ്ഥലങ്ങളുടെ പേരാണ്. അബ്രഹാമിന്റെ മടി എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഈ പൂച്ച കുഞ്ഞുങ്ങളെല്ലാം കൂടി ഒരു മനുഷ്യന്റെ മടിയിൽ ഇരിക്കുന്ന പോലെ മനുഷ്യ കുഞ്ഞുങ്ങളെല്ലാം അബ്രഹാമിന്റെ മടി കയറിയിരിക്കുന്നതല്ല. നെയിം ഓഫ് ദാറ്റ് പ്ലേസ് അബ്രഹാമിന്റെ മടി, അബ്രഹാം പിതാവിന്റെ മടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോഴ് ഈ ഇവിടെ വരുന്നുണ്ട്, ഇപ്പൊ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ മിക്കവാറും ഈ മിൽട്ടൺസ് ചേംബർ, ഷേക്സ്പിയേഴ്സ് ചേംബർ, കീറ്റ്സ് ചേംബർ എന്നൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അത് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ വലിയ ഹീറോസ് ആണ്. അവരുടെ പേരിലാണ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അറിയപ്പെടുന്നത്. ആ ഡിപ്പാർട്ട്മെന്റ് അവരുടെ പേരിലാണ്. ഇതുപോലെ അബ്രഹാമാണ് ദൈവം കഴിഞ്ഞാൽ മനുഷ്യരാശിയിലെ ഏറ്റവും പ്രൊമിനന്റ് ആയ ഒരു വ്യക്തി അല്ലേ? അപ്പം കാര്യം അബ്രഹാമിൽ കൂടെയാണ് രണ്ടുപേരും ഒരുമിച്ച് വരുന്നത്. ആര്? ജെന്റൈൽസും ജ്യൂസും ഒരുമിച്ച് വരേണ്ടത് അബ്രഹാമിൽ കൂടെയാണ്. അബ്രഹാമിനെ കണക്റ്റിംഗ് പോയിന്റ്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരികയാണ്. ജാതികൾക്ക് അവരുടേതായ അനുഗ്രഹമൊന്നുമില്ല. അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹത്തിന്റെ ഭാഗമുള്ളൂ ജാതികൾക്കും. അപ്പം
അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്നത് ഒരു വലിയൊരു അപ്പച്ചൻ്റെയും മനുഷ്യ ആത്മാക്കളെല്ലാം മടി കയറിയിരിക്കുകയും ചെയ്യുന്നതല്ല. അപ്പം ഇങ്ങനെ ഈ മരിച്ചവരുടെ ആത്മാക്കൾക്ക് വിശ്രമിക്കാനുള്ള അവരവരുടെ കാറ്റഗറി അനുസരിച്ചുള്ള സ്ഥലങ്ങളുണ്ട്. അവരവരുടെ കാറ്റഗറി അനുസരിച്ചുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്കതിനെപ്പറ്റി കോമൺ പബ്ലിക്കിന് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റുമുണ്ട്. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ വരുന്ന സ്റ്റുഡൻസ് ഞാൻ സ്പിരിറ്റ് വേൾഡ് എന്ന ലെസൺ എടുക്കുന്നു. സ്പിരിറ്റ് വേൾഡ്, ആ സ്പിരിച്വൽ ലെസൺ ഇത് മുഴുവൻ പറഞ്ഞു കൊടുക്കും. സ്റ്റുഡൻസ് പറഞ്ഞു കൊടുത്തേ ഒക്കത്തുള്ളൂ. അപ്പം അവർക്ക് നമ്മൾക്ക് ഈ സ്പിരിറ്റ് വേൾഡ് എന്ന ആ കൺസെപ്റ്റ് തുടങ്ങുന്നത് മുതൽ നമ്മുടെ ഈ ലോകമൊക്കെ അവസാനിച്ചു കഴിഞ്ഞിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമി വരുമ്പോഴും സ്പിരിറ്റ് വേൾഡ് എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതിനെ പറ്റി അവർക്ക് ലോങ് ലെസൺസ് ലെക്ചേഴ്സ് പഠിപ്പിച്ചു കൊടുക്കും. അതിനകത്ത് ഒരു ചെറിയ ഭാഗം, ഒരു ചെറിയ റെഫറൻസ് ഭാഗമാണ് ഈ പറഞ്ഞത്. അപ്പൊ അതിനപ്പുറം ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഈ ക്ലാസ്സിൽ പറയാൻ പറ്റത്തില്ല. ദോ വി നോ ഇറ്റ്. അപ്പൊ നമുക്ക് പബ്ലിക് നമുക്ക് പറയാൻ ഇത്രേ ഉള്ളൂ. കർത്താവ് താൻ ക്രൂശിക്കപ്പെട്ട അടക്കപ്പെട്ട സമയത്ത് തൻ്റെ ആത്മാവരവിടെ ചെന്നു ഇവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ വിശ്വസിച്ച് ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടാക്കാമെന്ന് ആക്കുന്നു. ഇനി അവരെ തിരിച്ചു കൊണ്ടുപോകാനൊക്കത്തില്ല. കാര്യം അവരെവിടാന്നുള്ള കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. സേഫാണ്. ഇനി ദൈവഹിതമല്ലാതെ ആരെയും അവിടെ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. അതിൻ്റെ അധികാരികളിൽ നിന്ന് ഇനി പിടിച്ച് മേടിക്കുകയും ചെയ്തു. നമുക്ക് ആ ചോദ്യത്തിന് ഇത്രയും മാത്രമേ നമുക്ക് മറുപടി പറയാൻ ഈ സ്പേസിൽ പറ്റത്തുള്ളൂ. സ്പേസ് എന്നുള്ളതല്ല, ഈ കോണ്ടെക്സ്റ്റ് പറ്റത്തുള്ളൂ. താങ്ക് യു വെരി മച്ച് സർ. അടുത്തത് ഒരു ചെറിയൊരു ചോദ്യമാണ്. സിപ്പോറയുടെ പിതാവിന്റെ പേര് റെഗുവേൽ എന്നും യിത്രോ എന്നും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട്? ആ കാലത്ത് ഒരാൾക്ക് 2 പേരുണ്ടാകുന്നുള്ളത് വളരെ സ്വാഭാവികമായൊരു കാര്യമായിരുന്നു. 2 പേരുണ്ടാകുന്നുള്ളത് വേദപുസ്തകത്തിൽ 2 പേരുള്ള ഒരുപാട് പേര് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതില് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ അദ്ദേഹത്തിന്റെ ജിത്രോ എന്ന പേര് അദ്ദേഹത്തിന്റെ ജന്മന ഉള്ള പേരായിരിക്കും, ബൈ ബർത്ത്. കാര്യം അദ്ദേഹം ഒരു പിന്നെ മോവാബിനായിരുന്നല്ലോ, മോവാബൈറ്റ്. ആ മോവാബൈറ്റിന് ഒരു ദൈവീയ സന്ദർശനം ഉണ്ടാകുന്നു. അപ്പോൾ ചില പേരുകൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ തടസ്സമാണ്. ചില പേരുകൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ തടസ്സമാണ്. അപ്പം അദ്ദേഹത്തിന്റെ പേര് റെഗുവേൽ എന്ന് മാറ്റുന്നു. അത് മാത്രമേ നമുക്ക് അസംഷൻ എന്നല്ല, നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് പറയാൻ പറ്റത്തില്ല. നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. അതാണ് അതിന്റെ റീസൺ. താങ്ക് യു സർ. അടുത്തത് ഒരു വളരെ ജനറൽ ചോദ്യമാണ്. Sir, can you please explain about marriage and divorce in Christians? Because these days there are many divorces happening among Christians. വിവാഹത്തെ പറ്റിയും വിവാഹമോചനം ഈ കാലങ്ങളിൽ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? നമുക്ക് ടു ബി വെരി ഓണസ്റ്റ് വിശദീകരിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ആൻസർ ചെയ്യാം, വിശദീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് എൻ്റെ ഒരു പ്രധാന കൺസേൺ, I am not the only one person I am the only one person who knows everything എന്ന് ആളുകൾക്ക് ഇംപ്രഷൻ ഉണ്ടാകുന്ന രീതിയിൽ ആൻസർ ചെയ്യാൻ ഞാൻ തയ്യാറല്ല. ഇതറിയാവുന്ന ഒരേ ഒരു മനുഷ്യൻ ഞാനല്ല. ഈ കാര്യങ്ങളൊക്കെ എന്നെക്കാട്ടിൽ ഈ കാര്യങ്ങൾ അറിയാവുന്ന ധാരാളം ആളുകളുണ്ട്. ആ വലിയ സ്കോളേഴ്സിന്റെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിൽ ഏറ്റവും പുറകെ നിൽക്കുന്ന ആളായിരിക്കും ഞാൻ. അപ്പം ചോദിക്കും, മറ്റാരും എന്നൊന്നും പറയുന്നില്ലല്ലോ. അവർക്ക് അതിന് താല്പര്യമില്ല.
അവർക്ക് അറിയത്തില്ലെന്നല്ല, അവർക്ക് താല്പര്യം, അല്ലെങ്കിൽ അവർക്ക് വേറെ കാര്യം ഉണ്ടായിരിക്കും. ഉം. അപ്പം എൻ്റെ ആൻസർ, മറ്റുള്ളവർക്കൊന്നും അറിയത്തില്ല എന്നൊരു ധ്വനി വരുന്നു എന്നുള്ളത് എൻ്റെ ഒരു പ്രോബ്ലം. ഉം. മറ്റുള്ളവർക്കൊന്നും അറിയത്തില്ല, എനിക്കേ അറിയത്തുള്ളൂ ഉം. എന്നൊരു ധ്വനി എൻ്റെ ആൻസറിൽ വരിക എന്നുള്ളത് എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അപ്പം ഞാൻ മറ്റുള്ളവരോട് ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ബിഹേവ് ചെയ്യുന്നതായിട്ട് പറയുന്നു. ആൻസർ തെളിയിക്കും. അതുകൊണ്ടാണ് പല കാര്യങ്ങളും എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഉം. അപ്പോൾ ഇവിടെ എക്സ്പ്ലനേഷൻ പോകുന്നില്ല. ഉം. പക്ഷെ ഒരു ടച്ച് ഓഫ് അക്യുസേഷൻ, കുറ്റാരോപണം അതിൻ്റെ അകത്തുണ്ട്. ഉം. കുറ്റാരോപണം ഇങ്ങനെയാണ്. ഉം. ഇപ്പം ഒരു 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 കോളേജിന് ഒരു ഫുട്ബോൾ ടീം വേണം, ഉം. ഒരു ടീമിൻ്റെ കോച്ചും വേണം. ഫുട്ബോൾ ടീം കോച്ചിനെ വേണം, ട്രെയിനിന് വേണം, അഡ്വൈസ് ചെയ്തു. ഒരു പുള്ളി ഫുട്ബോൾ എന്നുള്ളത് കണ്ടില്ല, പുള്ളി ബോളാണ് കണ്ടത്. ഉം. പുള്ളി വോളിബോൾ ടീം കോച്ചാണ്. ഉം. വോളിബോൾ ടീം കോച്ച് വന്ന് എന്ത് ചെയ്തു? ഫുട്ബോൾ പിള്ളേരെ കോച്ചിങ് കൊടുത്തു. പിള്ളേരും വിചാരിച്ച് ഇതാ കോച്ചിങ് എന്ന്. അത് ഗ്രൗണ്ടിൽ ചെന്നപ്പം കാണിക്കുന്ന മുഴുവൻ ഫൗളാ. ഉം. കാര്യം എന്ത് ചെയ്തു? ബോൾ വരുമ്പോൾ ഇവൻ കൈകൊണ്ടാ തട്ടുന്നത്. ഇവനെ അങ്ങനെ പഠിപ്പിച്ചത് അല്ലേ? അപ്പൊ ഇവന്റെ കുഴപ്പമാണോ അത്? അല്ല, പഠിപ്പിച്ചവന്റെ കുഴപ്പമാണ്, ഉം. അല്ലേ? ഈ അതെ. മാരേജ് ആൻഡ് ഡിവോഴ്സ് എന്ന വിഷയം വരുമ്പോൾ വൺസ് അപ്പോൺ എ ടൈം ഉം. ഞാൻ ഒരു പക്ഷേ പറഞ്ഞാൽ ഒത്തിരി വൺസ് അപ്പോൺ എ ടൈം, എൻ്റെ പേരൻസിൻ്റെ കാലം വരെ ഉം. മനുഷ്യന് നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട് ഉം. ദി അതർ ജെൻഡറിനോട്. ഉം. സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടുള്ള നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, അട്രാക്ഷൻ എന്ന് പറയുന്നത്. ആ അട്രാക്ഷനിൽ നമ്മൾ അറിയാത്ത ഒരു സിസ്റ്റം, ഒരു നോളജ് സിസ്റ്റം നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. ഉം. നമുക്കറിയാത്ത ഒരു നോളജ് സിസ്റ്റം, നമ്മളൊരു പുസ്തകത്തിൽ വായിച്ചിട്ടില്ല, ഒരു ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യാത്ത ഒരു നോളജ് സിസ്റ്റം നമ്മുടെ സിസ്റ്റത്തിൽ കിടപ്പുണ്ട്. ഉം. കാരണം അതുകൊണ്ടാണ് ഈ സൈക്കോളജിയും ഈ ഗൈനക്കോളജിയും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ ആൾക്കാർക്ക് ഇഷ്ടംപോലെ മക്കളുണ്ടായിരുന്നു, മക്കളെ വളർത്തുകയും ചെയ്ത് പിള്ളേർക്ക് കുഴപ്പമില്ലായിരുന്നു, ഉം. അല്ലേ? Yes. ആണല്ലോ. അവർ കല്യാണം ഉം. കഴിച്ച് അവർ കുഞ്ഞുങ്ങളുണ്ടായി, കുഞ്ഞുങ്ങളെ വളർത്തി ഒരു കുഴപ്പമില്ലായിരുന്നു. ഉം. എന്തുകൊണ്ട്? ആ നോളജ് സിസ്റ്റം ഇൻബിൽറ്റ് ആയിരുന്നു. Yeah. അത് ആവശ്യമായി വരുന്ന സമയത്ത് അത് ആക്ടിവേറ്റ് ആകുമായിരുന്നു. ഉം. ഓക്കെ. പിന്നീടാണ് ഇതിനെപ്പറ്റി ഒരു ഭയങ്കര ഡീപ്പായ സ്റ്റഡീസ് ഉണ്ടായത്. ഉം. ഈ സ്റ്റഡീസൊക്കെ വന്ന ശേഷമുള്ള കുഴപ്പം, ഉം. ഇപ്പം ഒരു വ്യക്തിയിൽ ആപ്ലിക്കബിൾ ആകുന്ന കാര്യം വേറൊരു വ്യക്തിയിൽ പലപ്പോഴും ആപ്ലിക്കബിൾ ആകത്തില്ല. Okay. കാര്യം ഇൻഡിവിജ്വൽ ഇൻബിൽറ്റിൻ്റെ ഡിഫറൻസ് ആണ്. ഉം. കല്യാണം കഴിപ്പിക്കാൻ തുടങ്ങി, മര്യാദയ്ക്ക് കല്യാണം കഴിപ്പിച്ചിട്ടോ കുഴപ്പമില്ല, ഉം. കുഴപ്പമില്ല, നിങ്ങൾ പോയി ജീവിച്ചോട്ടോ കുഴപ്പമില്ല. ക്രിസ്ത്യൻ മാരേജ് വരുമ്പം അത് ഉം. ഡിഫറെൻ്റ് ആണ്, മറ്റ് ഉം. മാരേജസിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. Okay. ഉം. അവിടെ നമുക്ക് ചില പ്രോബ്ലംസ് ഉണ്ട്. ഒന്നാമത്, ഇപ്പം ഞാൻ ഈ ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഉം. ഇപ്പം എനിക്കേ അറിയത്തുള്ളൂ എന്നുള്ള ധാരണ പബ്ലിക്കിന് കൊടുക്കുന്നില്ല, സംസാരിക്കും. അതെനിക്ക് ഇഷ്ടമല്ല, ഞാൻ ആദ്യം പറഞ്ഞു. Okay. Okay. ഈ മാരേജ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മാരേജ്, ഒന്നാമത് ഇത് കഴിപ്പിക്കുന്നവർക്ക് എന്തോന്ന് അറിയത്തില്ല. ഉം. ഈ കല്യാണം കഴിച്ചെന്ന് ഒരുങ്ങി നിൽക്കുന്ന ഈ ചെറുക്കൻ, പിന്നെ അവർക്കും അറിയത്തില്ല ഉം. ഇതെന്തവാന്ന്. മാമന് സംശയം ഉണ്ടെങ്കിൽ മാമൻ ഈ അടുത്ത് ഒരു കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിൽ കല്യാണം കഴിപ്പിക്കുന്ന മുഖ്യ കാർമ്മികനെ വിളിച്ചിട്ട്, ഉം. പാസ്റ്റർ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ എന്തോ, വാട്ട് യു മീൻ ബൈ ദാറ്റ്? അത് പിന്നെ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള കുറേ പറയും. ഉം. ഇതൊന്നുമല്ല കല്യാണം. ഉം. അപ്പൊ ഈ പുള്ളിക്ക് അറിയത്തില്ല. ഉം. അപ്പൊ പിന്നെ ഈ നടത്തുന്ന ആളിനെ പറ്റി അറിയത്തില്ല. ഉം. ഞാനിപ്പോ തെളിയിക്കാൻ പോകണം കേട്ടോ. ഉം. അപ്പൊ പിന്നെ ഈ ഒരുക്കിട്ട് നിൽക്കുന്ന ഈ ചെറുക്കന് പെണ്ണിനെ പറ്റി അറിയാം.
ഇല്ല. അതും അറിയത്തില്ല. നമ്മുടെ കല്യാണക്കുറികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? So and so invite you to attend the marriage of their son or daughter എന്നാണ്. അവിടെ പോയി. കാരണം മാരേജ് എന്ന വേർഡിൻ്റെ ഇംഗ്ലീഷ് മീനിങ് തന്നെ ഫാമിലി റിലേഷൻ, ഫാമിലി ബിൽറ്റ് ഓൺ ദ ബേസിസ് ഓഫ് എ സേക്രഡ് സെറിമണി എന്നാണ്. ഒരു സേക്രഡ് സെറിമണിയുടെ ബേസിസിൽ ഒരു സ്ത്രീയും പുരുഷനും കൂടെ ആരംഭിക്കുന്ന ആ ലിവിങ് ടുഗദർ, ഏതിൻ്റെ ആ സേക്രഡ് സെറിമണിയുടെ ബേസിസിൽ, അതിനാണ് മാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എത്ര പേർക്ക് അറ്റൻഡ് ചെയ്യാം? അവർക്ക് 2 പേർക്ക് അറ്റൻഡ് ചെയ്യാനൊക്കത്തുള്ളൂ. നാട്ടുകാരെ എല്ലാം അങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ സംഗതി കുഴപ്പമാകും. നാട്ടുകാരെ വിളിക്കുന്ന ആ സെറിമണിക്ക് അറ്റൻഡ് ചെയ്യാനാണ്. ആ സെറിമണി ഒരു വെഡിങ് എന്താ? നമ്മൾ ആൾക്കാരെ വിളിക്കുന്നത് എന്തിനാണ്? മാരേജ് അറ്റൻഡ് ചെയ്യാൻ. അത് വലിയ ബുദ്ധിമുട്ടാണ്. എന്തിനെ വിളിക്കേണ്ടത്? വെഡിങ്. So and so would like to invite you for the wedding of their daughter ആണ്, not for the marriage of their daughter. അപ്പോൾ അവിടെ നമ്മുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ 1ാമത്തെ അധ്യായം തുടങ്ങി. ഇനി 2ാമത്തെ അധ്യായം, ആദവുമാരെ ഹോവയായ ദൈവം ഏദൻ തോട്ടത്തിൽ എന്ന് പറയുന്നത് തന്നെ, ദൈവം ഏദൻ തോട്ടത്തിൽ ആദാമിൻ്റെ ഹവ്വയുടെ കല്യാണം നടത്തിയ മാതിരിയാണ്. ദൈവം ഏദൻ തോട്ടത്തിൽ ആദാമിൻ്റെ ഹവ്വയുടെ കല്യാണം നടത്തിയ മാതിരി. ദൈവം അവിടെ കല്യാണം നടത്തിയിട്ടില്ല നമുക്ക് കാണുന്നുണ്ടോ? ഇല്ല. ദൈവം അങ്ങ് പോയി അല്ലേ? അവരുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് വർക്ക് ചെയ്യുന്നതിന് ഇടം കൊടുക്കുന്നതിന് വേണ്ടി ഗോഡ് വെന്റ്. നമ്മൾ കൺസെപ്റ്റ് ലെവലിൽ മനസ്സിലാക്കേണ്ട 1ാമത്തെ കാര്യം, ക്രിസ്ത്യൻ മാരേജും മറ്റ് മാരേജസും രണ്ടാണ്. മറ്റ് മാരേജസ് 2 പേരും ഒരുമിച്ച് ജീവിക്കുന്നതിനുള്ള സോഷ്യൽ പെർമിഷനാണ്. ഒരു ചെറുക്കനും പെണ്ണും ഒരുമിച്ച് ജീവിക്കുന്നതിനുള്ള സോഷ്യൽ പെർമിഷൻ കൊടുക്കുകയാണ്. അതാണ് മറ്റ് മാരേജസ്. ക്രിസ്ത്യൻ മാരേജ് അതല്ല. ഇത് കല്യാണത്തിൻ്റെ അന്ന് ഈ ചെക്കനെയും പെണ്ണിനെയും പറഞ്ഞ് മനസ്സിലാക്കണം. നടക്കുന്ന കാര്യമല്ല. അപ്പോൾ കല്യാണത്തിന് മുമ്പ് പറഞ്ഞു കൊടുക്കണം. കല്യാണത്തിന് അന്ന് ഇവർ ചാപ്പാടിനെ പറ്റി മറ്റു കാര്യങ്ങൾ വലിയ ചിന്തയുള്ളൂ. പെണ്ണിങ്ങനെ ക്യാമറാമിനെ എന്തിക്കല്ലേ പെണ്ണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി അതിൽ നിൽക്കുന്നത്. അപ്പോൾ 2 പേർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കത്തില്ല. നേരത്തെ പറഞ്ഞു കൊടുക്കണം. 1ാമത്തെ കാര്യം, ക്രിസ്ത്യൻ മാരേജ് എന്ന് പറഞ്ഞാൽ മറ്റു മാരേജസിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ഏതൊക്കെ കാര്യത്തിലാണ് ഡിഫറെൻ്റ്? 1ാമത്തെ കാര്യം, ദൈവം ആദാവിനെയും ഹവ്വായും സൃഷ്ടിക്കുമ്പോൾ സഖാർ വന്യഖുബാഖ് ബാറാഖ് ഒറ്റ ആം, നമ്മൾ പറഞ്ഞാണ് നേരത്തെ എന്തോന്നു, മെയിൽ എലമെൻറ്റും ഫീമെയിൽ എലമെൻറ്റും എടുത്ത് ദൈവം ഒരു ക്രിയേഷനെ സൃഷ്ടിച്ചു. കെമിസ്ട്രിയുടെ ഭാഷ പറഞ്ഞാൽ 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും മിക്സ് ചെയ്ത് വെള്ളം ഉണ്ടാക്കി അല്ലേ? അതാണ് ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യൻ. അവിടെ നിന്ന് ഈ ഹോൾ മനുഷ്യൻ്റെ ദൈവം ഒരു ഉറക്കം കൊടുത്തിട്ട് ആ ഫെമിനിൻ എലമെന്റ് അതിൽ നിന്ന് മാറ്റി. ഓക്കെ, അതാണ് ഏദൻ തോട്ടത്തിൽ ആദ്യം നടന്നത്. ഇതിനെയാണ് നമ്മൾ വാരിയലിൻ്റെ അടുത്ത് സ്ത്രീ ഉണ്ടാക്കുന്നതൊക്കെ ഈ പറയുന്നത്. ശുദ്ധ അബദ്ധമാണ്. എന്തോ ചെയ്യാമെന്ന് പറ. സ്ത്രീ എന്ന് പറഞ്ഞാൽ വെറും വാരിയല്ല എന്നാ. സ്ത്രീ വാരിയല്ല എന്നും ബൈബിള് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നമ്മുടെ വ്യാഖ്യാന ശാസ്ത്രകാർ ഇറക്കുന്നതാണ്. ഓക്കെ, ദെൻ അവർ വീണ്ടും ഒരുമിച്ച് വന്നപ്പോൾ വിവാഹത്തിൽ അവരിനിയും 2 അല്ല 1 അത്രേ. ഇനിമേൽ അവര് 2 അല്ല 1 ദേഹം അത്രേ.
അപ്പോൾ കല്യാണം കഴിയുമ്പോൾ അവനോട് പറയേണ്ടത്, ഇനിയും നിങ്ങൾക്ക് രണ്ടാകാൻ കഴിയത്തില്ല, ഒരിക്കലും പറ്റത്തില്ല, യെസ്. ഒരിക്കലും പറ്റത്തില്ല. ഒന്നാണ്. ഇതാണ് മനസ്സിലാക്കി ചെറുക്കനെ പെണ്ണെ മനസ്സിലാക്കേണ്ട കാര്യം. എങ്കിലേ ഇതിനകത്ത് കയറാവും, ഇല്ല വരരുതെന്ന പറഞ്ഞുകൊണ്ട് വരുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് മാരേജ് എന്നുള്ളത് ഒരു 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 ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു വേർഡാണ്. നമ്മൾ വിവാഹം അല്ലെങ്കിൽ വിവാഹ ജീവിതം എന്നൊക്കെ പറയുന്ന പോലെ അതെന്താണെന്നുള്ള ആർക്കും എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഒരുത്തൻ അങ്ങനെയും ഒരുത്തൻ ഇങ്ങനെയും വ്യാഖ്യാനിക്കാം. അപ്പം നൊസേ എന്ന ഒറിജിനൽ ഹീബ്രു വേർഡ്, നൊസേ എന്ന് പറഞ്ഞാൽ എലിവേറ്റ് എന്നാണ്. നൊസേ എന്ന് എലിവേറ്റ് എന്നാണ്. അപ്പം മാരേജ് എന്ന് പറഞ്ഞാൽ എലിവേഷൻ എന്നാണ്. അതായത് ഇതിനു മുമ്പ് ഈ പെണ്ണ് ഷി വാസ് എ സ്പിൻസ്റ്റർ, ആ പദവിയിൽ നിന്ന് വൈഫ് എന്ന പദവിയിലേക്ക് അവൾ എലിവേറ്റ് ചെയ്തു, ഉയർത്തപ്പെടുക. അതുപോലെ ഇവൻ ഒരു ബാച്ചിലർ ആയിരുന്നു, ഇനി ഇവൻ ഹസ്ബൻഡ് എന്ന പൊസിഷനിലേക്ക് ഉയർത്തപ്പെടുന്നു. അതുകൊണ്ട് ഞങ്ങൾ തമാശയ്ക്ക് പറയും, അറ്റ് വെഡിങ് എവരി മാൻ ലൂസസ് ഹിസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ആൻഡ് എവരി വുമൺ ഗെറ്റ്സ് എ മാസ്റ്റർ എന്ന്. അപ്പം ഇനിയും ഇവരുടെ എലിവേഷൻസ് ആരംഭിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഷീ ബിക്കംസ് എ മദർ, ആൻഡ് വിത്ത് ദാറ്റ് ഷീ ബിക്കംസ്, കല്യാണം കഴിച്ചപ്പോൾ ഷീ ബിക്കംസ് എ ഡോട്ടർ ഇൻ ലോ, then she has a father-in-law, she has a mother-in-law, so she becomes a mother, then she herself becomes a mother-in-law, then she becomes a grandmother. ഈ പൊസിഷനിലെല്ലാം എലിവേറ്റ് ചെയ്ത് പോവുകയാണ്. അതാണ് ഇതിന്റെ പർപ്പസ്. ഇതിന്റെ പർപ്പസ് എലിവേഷനാണ്. ഇനി ഇതിന്റെ ബേസിസ് എന്ന് പറയുന്നത് കവനന്റ് ആണ്, കോൺട്രാക്ട് അല്ല. ഒരു കോൺട്രാക്റ്റിൽ ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്മാറാം, കോൺട്രാക്ട് എൻഡ് ചെയ്തു. ക്രിസ്ത്യ വിവാഹം മാത്രം ഉടമ്പടിയുടെ വിവാഹമാണ്, കവനന്റ് ആണ്. പിന്മാറാൻ ഒരു റൈറ്റ് നിങ്ങൾക്കില്ല. യു ഹാവ് നോ റൈറ്റ് അറ്റ് ഓൾ, നോ റൈറ്റ്. പിന്മാറാൻ റൈറ്റ് ഇല്ല. പക്ഷേ ഇത് ഇൻഫിനിറ്റ് അല്ല, ഫൈനൈറ്റ് ആണ്. ഈ ലോകത്തിൽ മാത്രമേ ഈ ബന്ധം ഉള്ളൂ. ഞാനും എൻ്റെ ഭാര്യയും മരിച്ച് ഒരുമിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോഴും പിന്നെ എനിക്ക് അവൾ എൻ്റെ ഭാര്യയല്ല, ഞാൻ അവളുടെ ഭർത്താവുമല്ല. ഈ ലോകത്ത് നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് വരും ലോകത്തിൽ ഒരുമിച്ച് ജീവിക്കാന്ന് പറഞ്ഞ് രണ്ടും കൂടെ പോയി കിണറ്റി ചാടുമ്പം അല്ലെ ചാടുമ്പം മനസ്സിലാക്കണം, അവിടെ നീ ഹസ്ബൻഡ് വൈഫ് അല്ല. ഈ മരണം കൊണ്ട് ഈ ബന്ധം തീരുക. ദിസ് ഇസ് ദ നെക്സ്റ്റ് തിങ് ടു അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ മരണമല്ലാതെ മറ്റൊന്നിനും വേർതിരിക്കാൻ റൈറ്റ് ഇല്ല. എന്തുകൊണ്ട്? ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് ഒരു ലിവിങ് ബോഡിയെ ഡിസെക്ട് ചെയ്ത് രണ്ട് പാർട്ടാക്കി മാറ്റാൻ ആർക്കും അനുവാദമില്ല? ഉണ്ടോ? ജീവിച്ചിരിക്കുന്ന ശരീരത്തെ അതിന് എന്ത് ദീനം ഉണ്ടെങ്കിലും വേണമെന്നില്ല ആ പാർട്ട് കട്ട് ചെയ്ത് കുഴപ്പമില്ല. ആ വിരൽ മുറിച്ച് കളഞ്ഞു, ആ കാല് മുറിച്ച് കളഞ്ഞു, എത്രയോ പേരുടെ കാല് മുറിച്ച് കളഞ്ഞല്ലേ, മൂക്കി എത്തിക്കള, അല്ലെ ആ ഇന്നർ ഓർഗൻ എടുത്ത് മാറ്റ. പക്ഷെ ഹോൾ ബോഡിയെ രണ്ടാക്കാൻ ആർക്കും പെർമിഷൻ ഇല്ല. ഒരു ഡിവോഴ്സിൽ എന്താ സമയം അവർ രണ്ടുപേരും നമുക്ക് രണ്ടാട്ടേക്ക് പിരിച്ചു വിട്ടേക്കാമെന്ന് പറയുന്നത് പോഷത്തരമാണ്. അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹം എന്ന് പറഞ്ഞിരിക്കെ നിങ്ങൾക്ക് എങ്ങനെ അവർ രണ്ടാക്കി പിടിച്ചു വിടാൻ പറ്റും? ഒരു ക്രിസ്ത്യൻ മാരേജ് ഡിവോഴ്സിൽ കലാശിക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരു ലിവിങ് ബോഡി നിങ്ങൾ ഡിസെക്ട് ചെയ്തു. ഒരു ലിവിങ് ബോഡി, ഒരു ലിവിങ് സോൾ നിങ്ങൾ ഡിസെക്ട് ചെയ്തു. ഇത്രയോ സീരിയസ് ആ ക്രൈം എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം നീ ഒരിക്കൽ കവനന്റ്
കൊടുത്ത് ഇവളെ കല്യാണം കഴിച്ചാൽ ഉം. മരണമല്ലാതെ നിനക്ക് ഇവളിൽ നിന്ന് മാറാൻ കഴിയത്തില്ല, ഇവൾക്ക് ഇവനിൽ നിന്ന് മാറാൻ കഴിയത്തില്ല. ഉം. എങ്കിൽ മാത്രമേ നീ ഇതിനകത്ത് സ്റ്റെപ്പിൻ ചെയ്യാവൂ. ഉം. സപ്പോസ് യു കനോട്ട് സ്റ്റെപ്പിൻ ചെയ്യണ്ട, ഉം. സ്റ്റെപ്പിൻ ചെയ്യണ്ട, യു കനോട്ട്, യു ഡോണ്ട് ഹാവ് ടു സ്റ്റെപ്പിൻ. അല്ലേ? ആരോഗ്യമുള്ള കാര്യം ഒറ്റയ്ക്ക് ജീവിക്കുക, അത് നിന്റെ പൈസ കൂട്ടി വെക്കുക, എവിടെയെങ്കിലും ഈ പ്രായമുള്ളത് നോക്കുന്ന ജെറിയാട്രിക് അവിടെ പോയി താമസിക്കുക. അല്ലേ? എന്ത് ചെയ്യരുത്? ഈ വിവാഹമെന്ന ഈ കാര്യം ചെയ്ത് ഡിവോഴ്സ് എന്ന മഹാഭാവം നീ ചെയ്യരുത്. ഉം. ആ ചെയ്തെന്ന് ഒറ്റ കാരണം കൊണ്ട് ഉം. ആരാണോ അതിന് ഇനീഷ്യേറ്റീവ് എടുത്തത് ഉം. അയാൾക്ക് ഒരിക്കലും നിത്യജീവനിൽ കടക്കാൻ കഴിയത്തില്ല, ഒരിക്കലും. ഉം. ഉം. എന്ത് റീസണും ആയിക്കോട്ടെ, വാട്ട് എവർ റീസൺ. ഉം. എൻ്റെ ഭാര്യയ്ക്ക് പറയാം എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഞാൻ മടങ്ങി പോവാം, ഉം. എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഉം. വിൽ ഐ ഡിവോഴ്സ് യു? നെവർ എവർ. എന്തുകൊണ്ട്? നിന്നെ ഡിവോഴ്സ് ചെയ്തതിൽ കൂടെ എനിക്ക് നഷ്ടമാകുന്നതിന്റെ ഇറ്റേണൽ ലൈഫാ. അതെ, നിത്യത. നീ ഇല്ലാതെ ബാക്കി കുറച്ച് കൊല്ലം കൊണ്ട് എനിക്ക് ചിലപ്പോൾ കഴിയേണ്ടി വരും, അത് കഴിയാം. അപ്പോഴും ഇറ്റേണൽ ലൈഫ് എനിക്ക് നിത്യജീവിതം നഷ്ടമാകുന്നില്ല. അതെ. അപ്പൊ എന്താണ് ഇതിനകത്ത് സീരിയസ്നെസ്? വൺസ് യു ആർ മാരീഡ്, നിന്റെ ഭാര്യ ബലഹീന പാത്രമാണ്, പക്ഷെ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശിയാ. ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശിയാ. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേര് കുറച്ച് പൈസ ഉണ്ടായിരുന്നു ബാങ്കിൽ, ഒത്തിരി ഇല്ല, കുറച്ചേ ഉള്ളായിരുന്നു. അമ്മ മരിച്ചു, അച്ഛനും പിന്നെ പൈസ എടുക്കാൻ ഒത്തിട്ടില്ല. കാരണം അമ്മ മരിച്ചു എന്നുള്ള കാര്യം അമ്മ മരിക്കുന്നതിന് മുമ്പേ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം സെറ്റിൽ ചെയ്യണമായിരുന്നു. രണ്ടുപേരും കൂടി ഒപ്പിടേണ്ട ചെക്കാണ്. ഇല്ലേ? അപ്പോൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, അന്നേരം നിലവിൽ വന്നിട്ടില്ലായിരുന്നു. ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവം നമ്മളോട് കൃപ കാണിച്ച് നമുക്ക് തന്ന ലൈഫാണ്. ജീവന്റെ കൃപ. ഞാൻ രക്ഷിക്കപ്പെട്ടു, എനിക്ക് നിത്യജീവൻ ദൈവം തന്നു, സ്വർഗത്തിൽ എനിക്ക് ജീവനുണ്ട്. അങ്ങനെ ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചു, വിശ്വാസിയെ സ്ത്രീ കല്യാണം കഴിച്ചു. എൻ്റെ ഇറ്റേണൽ ലൈഫ് വേറൊരാൾ കൂടെ പാർട്ട്ണർഷിപ്പിൽ ജീവിച്ചു. ഉണ്ടല്ലോ? ഇനിയും ഈ ആളില്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് അവിടെ ചെല്ലാൻ ഒക്കത്തില്ല. അല്ലെങ്കിൽ അയാള് സ്വയം ഒഴിഞ്ഞു പോയതാ. അയാളെ തെറ്റിയത് ഞാനല്ല, അയാളെ തെറ്റിയത് ഞാനല്ല, ഞാനയാളെ തെറ്റിയത്, അയാളെ തെറ്റിയത് ഒഴിഞ്ഞുപോയി. എന്നെ ഡിവോഴ്സ് ആക്കാൻ ആർക്ക് പെർമിഷൻ ഇല്ല? ചേർച്ചിനും പെർമിഷൻ ഇല്ല, ഗവൺമെന്റിനും പെർമിഷൻ ഇല്ല, ലോകത്തിൽ ഒരു എസ്റ്റാബ്ലിഷിനും പെർമിഷൻ ഇല്ല. കാരണം ഈ ഉടമ്പടി ഉണ്ടല്ലോ, ഈ ഉടമ്പടി, നമ്മുടെ ഉടമ്പടിയിൽ കല്യാണം നടന്നത്, ഈ ഉടമ്പടിക്ക് സാക്ഷി ദൈവമാണ്. സാക്ഷി ദൈവമാണ്. സാക്ഷി ദൈവമാണ്. ദൈവം സാക്ഷിയാണ് നമ്മൾ ഈ ഉടമ്പടി എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇനിയും ആ ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. യു കനോട്ട്. അപ്പൊ ഡിവോഴ്സ് എന്ന് പറയുന്ന അത്രയും അപകടകരമായതും നമ്മളെ നരകത്തിൽ കൊണ്ടുപോകാൻ ഒറ്റ കാരണം മതി എന്നുള്ളത് കൊണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു 100 പ്രാവശ്യമെങ്കിലും ചിന്തിക്കണം, ഇതിനകത്ത് ഞാൻ ചാടി ഇറങ്ങണോ വേണ്ടായെന്ന്. ഏറ്റവും ഡിവോഴ്സ് കുറവുള്ളത് യഹൂദന്മാരുടെ ഇടയിലാണ്. ഡിവോഴ്സ് ഏറ്റവും കുറവുള്ളത് യഹൂദന്മാരുടെ ഇടയിലാണ്.
അത്രയും നല്ല ഫാമിലീസ് ഞാൻ എൻ്റെ ചെറുതിലെ എൻ്റെ നാട്ടിൽ കണ്ടിട്ടുണ്ട്. അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടെ സഭായോഗത്തിന് പോകുന്നത്, കുടുംബമായിട്ട് അതുപോലെ വരുന്നത്. ഞാൻ ജൂയിഷ് ടൗണിൽ താമസിക്കുന്നത് പിന്നെ ആദ്യം ഷോക്ക് ചെയ്ത കാര്യം ഇതാണ്. ശനിയാഴ്ച എല്ലാം കൂടെ ഒരു വീട്ടിൽ 5-8 പിള്ളേരെങ്കിലും കാണും കേട്ടോ. എല്ലാ വീട്ടിലും ഒത്തിരി പിള്ളേരുണ്ട്. ഈ ഏഞ്ചൽസിനെ പോ മാലാഖ ഇരിക്കുന്ന കുഞ്ഞിനെ കാണാനായിട്ട് ഈ അപ്പനും അമ്മയും മക്കളും കൂടെ ബ്യൂട്ടിഫുള്ളി ഡ്രസ്ഡ് ആണ്. ഒരുമിച്ചേ പോകത്തുള്ളൂ, ഒരുമിച്ചേ വരത്തുള്ളൂ. ഫാമിലി വാല്യൂസ് എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആണ്. എന്തുകൊണ്ടാണ് ഡിവോഴ്സ് പറയാൻ കാരണം? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കൊരു കോർട്ടിംഗ് ടൈമുണ്ട്. Once their marriage is fixed, wedding is fixed. There's a time of courting. ആ കോർട്ടിങ്ങിൽ they know each other. മറ്റേയാളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ക്യാരക്ടർ ട്രേറ്റ്സ് മനസ്സിലാക്കി. ക്യാരക്ടർ ട്രേറ്റ്സ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ കോർട്ടിംഗ് പീരീഡ്. And they started courting at a very young age. The girl would be probably at maximum 14-15. The boy would be certainly 15. And they get married at the late teenage or early 20s. Late teenage or early 20s ഉറപ്പായിട്ട് കല്യാണം കഴിച്ചിരിക്കും. അപ്പോൾ they have enough time for their child bearing, living together, എല്ലാത്തിനും ടൈമുണ്ട്. നമ്മുടെ കൾച്ചറിൽ നമ്മൾ ആകെപ്പാടെ കുറഞ്ഞൊരു PhD എങ്കിലും ജയിച്ചു കഴിയുമ്പോൾ പോലും നല്ലൊരു ജോലി കിട്ടുന്നില്ല. പിന്നെയുള്ള പരീക്ഷയിൽ എഴുതി ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ 10-38 വയസ്സാകും. പിന്നെ ഒരു വീട് ഒക്കെ വെച്ച് ലോൺ ഒന്ന് വീട്ടിട്ട് വേണം കല്യാണം. അപ്പോഴത്തേക്ക് ഇവൻ ഒരു പരുവമാകും. ഇവള് നേഴ്സായിട്ട് എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് ആദ്യം ലോൺ എടുത്ത് അപ്പൻ്റെ കടമെല്ലാം വീട്ടണമല്ലോ. അപ്പൻ്റെ കടമെല്ലാം വീട്ടി കഴിഞ്ഞ് ഇവള് ഒരു 10-38 വയസ്സാകുമ്പോഴാണ് കല്യാണം കഴിക്കുന്നത്. പിന്നെ ഒരു സ്കൂട്ടർ ഫാമിലി ഒരു ഇച്ചിരി ഒരു നേരത്തെ ഒരു കൊച്ചനെ ഉണ്ടായാലേ ഇല്ലെങ്കിലായി. കല്യാണം കഴിച്ചതിന് പരസ്യം കണ്ടു, വന്ന് കണ്ടു ചെറുക്കനത് കണ്ട് ഇഷ്ടപ്പെട്ടു. എന്തോ ഇഷ്ടപ്പെട്ടതാ. രണ്ടുപേരും തമ്മിൽ ഇവിടുന്ന് മൂക്കും മുഞ്ചും നോക്കിയാണ് ഇഷ്ടപ്പെടുന്നത്. അതാണോ മനുഷ്യരെ തമ്മിൽ മനസ്സിലാക്കുന്നത്? അല്ലല്ലോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസയുടെ കാര്യം നോക്കുന്നുണ്ട്, ശരിയായി. ഒരു അഡ്ജസ്റ്റ്മെന്റ്, നമ്മൾ രണ്ട് ഫാമിലീസ് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഒരിക്കലും അനുവദിക്കാൻ പാടുള്ള കാര്യമല്ല. ഒന്നാമത് പീപ്പിൾ ഡോണ്ട് ഗെറ്റ് ടു know each other for sufficient time. Secondly, they don't get married at the right time. So they have no time to build their family. അപ്പം for every little thing they have a dispute among them. ചെറിയ കാര്യത്തിന് പോലും അവർക്ക് ഡിസ്പ്യൂട്ടിന്റെ ടൈം ഉള്ളൂ. അതുമായിട്ട് നമ്മൾ ചെന്നു ആദ്യം അച്ഛൻ്റെ അടുത്ത് ചെല്ലുന്നു. അതാണ് വലിയ കഷ്ടം എന്ന് പറയുന്നത്. MSc മാത്തമാറ്റിക്സിന്റെ ഒരു പേപ്പറിന്റെ ഒരു ചരിത്രം തോറ്റു. അപ്പൊ 8ാം ക്ലാസ്സിൽ തോറ്റു കൊടുക്കുന്ന ഒരുത്തനുണ്ട്. അവന്റെ അടുത്ത് പോകണത്തിന് ഈ പുള്ളിയെ ആയ കാലത്ത് കല്യാണം കഴിച്ചിട്ടോ കുടുംബമായിട്ട് ജീവിച്ചിട്ടോ ഇല്ല. മനസ്സിലായി? ആ പുള്ളിയാണ് പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങും മാരിറ്റൽ കൗൺസിലിങ്ങും പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കുന്നത്. എങ്ങനെ ഇരിക്കും? ഇനി ഒരു ചെറിയ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞാൽ, ഈ കൗൺസിലിംഗ് തുടങ്ങുന്നതിന് മുമ്പേ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ഡിവോഴ്സ് കുറവായിരുന്നു. ഈ കൗൺസിലിംഗ് കൂടിയ ശേഷം പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഉണ്ട് തുടങ്ങിയ ശേഷം അറ്റൻഡ് ചെയ്ത ഒരു നല്ല ശതമാനത്തിന്റെയും കല്യാണം പുകയാ. കാര്യം എന്താ? ഒരു വിവാഹ ജീവിതം ദീർഘവർഷങ്ങൾ നയിച്ച ഒരാൾക്ക് മാത്രമേ വിവാഹ ജീവിതത്തിലെ കോംപ്ലിക്കേഷൻസ് അറിയത്തുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു വെസ്റ്റേൺ സൊസൈറ്റിയിൽ ആപ്ലിക്കബിൾ ആകുന്ന കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ആപ്ലിക്കബിൾ അല്ല. വലിയ പ്രോബ്ലമാണ്. കാരണം വെസ്റ്റേൺ സൊസൈറ്റിയിൽ ജീവിച്ച ഒരു ഫിലോസഫർ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ്
മാരേജിനെ പറ്റിയും ഡിവോഴ്സിനെ പറ്റിയും കൗൺസിലിനെ പറ്റിയും എന്തൊക്കെ എഴുതിക്കോ, ശരിയാ. ഇവിടെ എവിടെ ആപ്ലിക്കബിൾ അല്ല? നമ്മുടെ ഈസ്റ്റേൺ നമ്മുടെ കൾച്ചറിൽ സൊസൈറ്റിയിലൊന്നും ഈ പറഞ്ഞ ഒരൊറ്റ തിയറി ആപ്ലിക്കബിൾ അല്ല. ഒരു തിയറിയും ആപ്ലിക്കബിൾ അല്ല. ഇത് മനസ്സിലാകാതെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സംഗതിയുടെ പുറകെ പോകുന്നത്. അപ്പം ബേസിക്കലി ഇത് നമ്മളുടെ ഓഡിയൻസിൽ നിന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇത് പുറമോട്ട് വന്നാത്ത കാര്യം, ഇത് എന്താ കവനന്റ് ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് പെന്മാറാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യു ഷുഡ് നോ ദ ബോയ് ആൻഡ് ദ ഗേൾ സഫിഷ്യന്റ്ലി ഇനഫ് ബിഫോർ യു ഗെറ്റ് മാരീഡ് ടു ഡിസൈഡ് ദാറ്റ് യു ക്യാൻ ലിവ് വിത്ത് ഹിം ഓർ ഹർ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അന്യോന്യം മനസ്സിലാക്കാനുള്ള ടൈം ഉണ്ടായിരിക്കണം. ആ മനസ്സിലാക്കലിനാണ് യെസ്, എനിക്ക് ഇവളോട് ജീവിക്കാൻ കഴിയും, എനിക്ക് ഇവനോട് ജീവിക്കാൻ കഴിയുമെന്ന് അവൾക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്നത്. അതിനുമുമ്പ് അത് ചെയ്യരുത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. കവനന്റ് ആണ്, നിങ്ങൾക്ക് മാറാൻ കഴിയത്തില്ല. 2, ഈ തക്ക തുണയാണ് അടുത്ത പ്രോബ്ലം. തക്ക തുണ. എനിക്ക് ഇച്ചിരി സെൻസ് ഓഫ് ഹ്യൂമർ പണ്ടുണ്ടായിരുന്നു, ഇപ്പഴില്ല കേട്ടോ. ഞാൻ വളരെ സൂക്ഷിച്ച അവസാനം പറയുന്നത്. ഈ തക്ക തുണ ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ പറയും, കല്യാണം കഴിച്ച ഒരുപാട് പേരോടും ചോദിച്ചാല് ഡിഡ് യു ഗെറ്റ് ദ സ്യൂട്ടബിൾ പാർട്ട്ണർ ചോദിച്ചാൽ ഞങ്ങൾ നല്ല ഐക്യം, ഞങ്ങൾ നല്ല പൊരുത്തം എന്നൊക്കെ പറയും. ചുമ്മാ പറയാ. അവന്റെ ഹൃദയം നമ്മൾ പരിശോധിച്ചാൽ അവൻ പറയും തക്ക തുണ പലർക്കും കിട്ടിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. അതായിരിക്കും അവർ സിൻസിയറാണ്, അത് നമ്മൾ പുറത്ത് പറയത്തില്ല. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ദൈവത്തോട് ചോദിക്കാം, ദൈവം എന്തോ ഈ കാണിച്ചത്? തക്ക തുണ ഉണ്ടാക്കി കൊടുക്കാന്ന് വേണ്ടി ഒരുപാട് പേരുടെ മനസ്സിൽ പറഞ്ഞു ഇതല്ല തക്ക തുണയെന്ന. ഇവളെയൊക്കെ നല്ല ഒരുത്തി എനിക്ക് ഏതായാലും കിട്ടുമായിരുന്നു, ഇയാളെയൊക്കെ നല്ല ഒരുത്തി എനിക്ക് ഏതായാലും കിട്ടുമായിരുന്നു. ദൈവം എന്താ പറയുക, ഈ തക്ക തുണ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി എന്താ ഈ തക്ക തുണ ആരും കിട്ടാഞ്ഞത്? അവിടെ ഒരു ആൻസർ ഉണ്ട് കേട്ടോ. ഈ തക്ക തുണയെന്ന് ദൈവം പറഞ്ഞില്ലല്ലോ. തക്ക തുണയെന്ന് ദൈവം പറഞ്ഞില്ലല്ലോ എന്നൊരു വ്യാഖ്യാനമുണ്ട്. വ്യാഖ്യാനമുള്ള ഒരു സൈഡുണ്ട്. ബട്ട് ദാറ്റ്സ് എ സീരിയസ് മാറ്റർ. നഗദ് എന്നാണ്. നഗദ്. ഐ വിൽ ഗിവ് ഹിം എ വൈഫ് ഹു ഈസ് നഗദ് എന്നാണ്. നഗദ് മീൻസ് ഓപ്പോസിറ്റ് എന്നാണ്. ഓപ്പോസിറ്റ്. യെസ്. ഇതൊരു വല്ലാത്ത തിയറിയാണ്. ഞാൻ ഇവരൊരു ഭാര്യ കൊടുക്കാൻ പോവാം. അതാണ് ഇവിടെ പണിയെന്നിരിക്കണം. ഇവൻ പറയുന്ന വലിയ വലിയ ഐഡിയാസിനോട് നോ പറയണം. ഇപ്പം ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് 2 കണ്ണുള്ള 2 ഫ്രണ്ടിലാണ്. ഒന്ന് പുറകിൽ കൂടെ ആയിരുന്നെങ്കിൽ എനിക്ക് പുറകിൽ നിന്നുള്ള കാര്യങ്ങൾ ഒരേ സമയം കാണാമായിരുന്നു. 2 ഫ്രണ്ടിലായി പോയി. അപ്പൊ എൻ്റെ പുറകിൽ നിന്ന് നടക്കുന്നത് എനിക്കറിയാമോ? ഇല്ല. ഐ ഹാവ് എ വുമൺ സ്റ്റാൻഡിങ് അഗൻസ്റ്റ് മീ. ഞാൻ ഒരു കാര്യം പറയുമ്പോൾ അവൾ എന്താ കാണുന്നത്? എൻ്റെ പുറകിൽ എന്താ സംഭവിക്കുന്നത് കാണുന്നത് അല്ലേ? ദൂതന്മാർക്ക് ഭാര്യമാരില്ലായിരുന്നു, ലൂസിഫറിന് ഭാര്യയില്ലായിരുന്നു. നമുക്കറിയാമല്ലോ. അപ്പൊ ലൂസിഫറിന്റെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ ലൂസിഫറിന്റെ ഭാര്യ പറയും, അച്ഛാ ഒരു കാര്യം പറഞ്ഞേക്കാം, നീ ദൈവത്തോടാ കളിക്കുന്നത്, നമ്മുടെ കട പൂട്ടുന്ന പരിപാടിയാ, അതുകൊണ്ട് നീ വെച്ച് കെട്ടെന്ന് പറയാമായിരുന്നു. ഓക്കെ. അപ്പൊ ലൂസിഫറിന് ഉപദേശിക്കാൻ ആരുമില്ലായിരുന്നു. ഇനി ആദാം വന്നു, ഇവനെങ്കിലും മണ്ടത്തിനുണ്ടായിരിക്കാൻ ഞാൻ ഇവന്റെ ഭാര്യ കൊടുക്കാൻ പോവാം. എന്തിന്? ഇവൻ വലിയ ഫാന്റാസ്റ്റിക് ഐഡിയാസ് പറഞ്ഞു. ഇവള് പറയും എന്താ വേണ്ട, കുഴപ്പമാണ്. അപ്പം അതിനാ നിനക്ക് ഭാര്യ തരുന്നത്. കല്യാണത്തിന് മുമ്പ് പറയണ്ടേ കേട്ടോ, എടാ നീ പറയുന്നതെല്ലാം കേട്ട് ആമിയും പറയാനല്ല ഈ പെണ്ണും പിള്ളേ നിനക്ക് തരുന്നത്.
ഉം. മറിച്ച് എന്തിനാ നീ പറയുന്ന ഫാന്റാസ്റ്റിക് ഐഡിയ കേട്ടോ. ഇപ്പൊ പാസ്റ്റർമാരെല്ലാം കേൾക്കാൻ നിന്നെ ചീത്ത വിളിക്കും കേട്ടോ. മുമ്പ് ഞാൻ ഗുഡ് ന്യൂസിൽ ഇത് എഴുതി, ഉയ്യോ ചീത്ത വിളി കേട്ടോ, എന്റെ ഭാഷക്കേട് വന്നു കേട്ടോ. ആൾക്കാർ ഉം. എന്തെല്ലാം വിളിച്ച് പറയുന്നറിയാം. ദാ, നീ പറയുന്ന ഫാന്റാസ്റ്റിക് ഐഡിയ എല്ലാം കേട്ട് അതിന് ആമീൻ പറയാനല്ല നിന്നെ ഈ പെണ്ണ് കല്യാണം കഴിച്ചു തരുന്നത് എന്ന് പാസ്റ്ററും അച്ഛനും ആരോട് പറഞ്ഞു, ചെറുക്കനോട് പറഞ്ഞു കൊടുക്കണം. ഉം. മറിച്ച് നീ ഓരോന്ന് പറയുമ്പം ശരിയാകത്തില്ലല്ലോ, ശരിയാകത്തില്ലല്ലോ എന്ന് പറയാനാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഉം. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നില്ല. അത് അവരുടെ തെറ്റ്. അതാ ഞാൻ പറഞ്ഞു, കഴിക്കുന്നവർക്ക് അറിയില്ല, കഴിപ്പിക്കുന്നവർക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞത്. അത് പറഞ്ഞു കൊടുത്തില്ല. എന്നിട്ട് പെണ്ണോട് പറഞ്ഞു നീ സകലത്തിനും കീഴ്പ്പെട്ടിരിക്കണം. എന്നാ ഇവള് പറയണ്ട, ഞാൻ എന്നെ കൂടെ സകലത്തിനും കീഴ്പ്പെട്ടിരിക്കണം നോക്കത്തില്ലെന്ന് പറയണ്ട, അതൊന്നും പറയത്തില്ല. ഉം. വീട്ടിൽ വന്നു 3-ന്റെ അന്നൂന്നിൽ ഓരോന്ന് പറയും ഇവള് എതിര് പറയും. അവസാനം വളയൂരി പണയം വെക്കാന്ന് പറയുമ്പോഴാണ് ഇവളുടെ ശരിയായ സ്വഭാവം പുറത്തു വരുന്നത്. ഉം. വളയും ഉം. മാലയും പണയം വെക്കണം എന്ന് പറയുമ്പോഴാണ് ശരിയായ സ്വഭാവം പുറത്തു വരുന്നത്. ഉം. ചേട്ടാ, ഇവള് കഴിഞ്ഞ രണ്ടാഴ്ച ചർച്ച വെച്ച് എന്താ പറഞ്ഞത്? കീഴ്പ്പെടാൻ. കീഴ്പ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ഇവളുടെ ശരിയായ സ്വഭാവം. അപ്പൊ ചെറുക്കൻ മനസ്സിലാക്കണം ഇവളുടെ ശരിയായ പർപ്പസ്, ഇവളെ എന്തിനാണ് എനിക്ക് തന്ന അവൾ ആ പർപ്പസ് ഫില്ലപ്പ് ചെയ്യുകയാണെന്ന്. ഉം. ഈ പർപ്പസ് ഭാര്യ ഫില്ലപ്പ് ചെയ്യുന്നില്ലെന്നിരിക്കട്ടെ, ഉം. കേട്ടോ. ഉം. എന്റെ അപകടം അതുകൂടെ പറയാൻ പോകുന്നത്. ഉം. ഇത്രയും ഈ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ ഈ ആൻസർ പറയുന്നില്ലെന്ന് ആദ്യമേ പറഞ്ഞത്. ഓക്കേ. അനന്യാസ് അച്ഛൻ പറഞ്ഞു വസ്തു വിറ്റ് ഇത്രയും പൈസ കിട്ടില്ല. നമ്മൾ വിചാരിച്ചൊരു 50 ലക്ഷം കിട്ടുന്നില്ല, കിട്ടിയപ്പോൾ 75 ലക്ഷം രൂപയുണ്ട്. ഉം. ഇത്രയാണ് കൊടുക്കുന്നത്, നമുക്ക് 25 ലക്ഷം കൊടുക്കാൻ വേണ്ടി. അത് ഉം. പിള്ളേരുടെ ആവശ്യം വരുമ്പോൾ നമ്മൾ അറിയപ്പെടുത്തേണ്ടി തരുന്നുണ്ടാകും. ഉം. അച്ഛൻ ഐഡിയ പറഞ്ഞു. ഇവരെ കല്യാണം കഴിച്ചപ്പോൾ നിങ്ങൾ ഇതിനാണ് കല്യാണം കഴിപ്പിക്കുന്നത് പറഞ്ഞിരുന്നെങ്കിൽ സഫീറാമ്മച്ചി പറഞ്ഞു അച്ഛാ വേണ്ട, പരിശുദ്ധാത്മാവ് വെളിയിൽ നിന്ന് വ്യാജം കാണത്തില്ല, കാണിക്കുക. വേണ്ട. അപ്പൊ അച്ഛൻ്റെ ഈ ഫാന്റാസ്റ്റിക് ഐഡിയക്ക് ഈ അമ്മ ഒക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കട്ടെ. അമ്മ ഞാൻ വരത്തില്ല എൻ്റെ കൂടെ, നിങ്ങൾ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊച്ചുങ്ങളെ വളർത്താൻ തള്ളയെങ്കിലും ബാക്കി കാണുമായിരുന്നു. Got my point? Yes. Yeah. അപ്പൊ അവരങ്ങനെ പറയാതെ ഈ മണ്ടത്തിൽ കൂട്ടുനിന്നുകൊണ്ടാണ് രണ്ടുപേർക്കും പിള്ളേർക്ക് അന്ത് തള്ളയില്ലാതെ പോയത്. അപ്പം ആ ദൈവത്തിന്റെ മാഗ്നിഫിഷ്യൻ പർപ്പസ് നമ്മൾ പറയാൻ പാടും. വിസ്ഡം ഓഫ് ഗോഡ്, ഇറ്റേണൽ വിസ്ഡം. ഇവന് ഞാനൊരു ഭാര്യയെ കൊടുക്കാൻ പോവാം. Nagat means she's always looking at things from the opposite side. ഇവൻ ഒരു ഫ്രണ്ട് വ്യൂ കാര്യങ്ങൾ കിട്ടത്തുള്ളൂ, ഓപ്പോസിറ്റ് വ്യൂ പറയേണ്ട ആൾ വേണം. That's why I'm going to give him a wife. നമ്മുടെ ഏതെങ്കിലും കല്യാണത്തിന് ഇങ്ങനെ പറഞ്ഞായിട്ട് മാം കേട്ടിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ അടുത്ത് ചോദിക്കും, അപ്പൊ ഭാര്യ സകലത്തിന് കീഴടങ്ങിയിരിക്കുന്നു പറഞ്ഞതോ? അത് എഫെസ്യ ലേഖനത്തിലാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഒരുമിക്കുന്നു. ബൈബിൾ കോൺട്രാഡിക്ട് ചെയ്തില്ല. കാരണം you proposed an idea. The wife said no. Third stage, you both sit together. ആ സിറ്റ് ടുഗദർ രണ്ടുപേരും ഒരുപോലെ കാര്യങ്ങൾ അനലൈസ് ചെയ്യണം. അപ്പം യു കം ടു എ കൺസെൻസസ്, അഭിപ്രായ സമന്വയത്തിലെത്തി. ദയർ ദ വൈഫ്, ആദ്യം നോ പറഞ്ഞ വൈഫ് രണ്ടാമത് ഹസ്ബൻഡിനോട് സബ്മിസീവായി. ആദ്യം നോ പറഞ്ഞു, പിന്നെ ഇരുന്ന് കാര്യം സംസാരിച്ച് മനസ്സിലാക്കി സൈഡിൽ പറഞ്ഞ കാര്യമുണ്ട്, നമുക്കും മാലയും വളയും പണയം വെക്കാം. മനസ്സിലായി? പർപ്പസ് എന്ന് പറയുന്നത് നഗത. ആ ഒരു വേർഡിന്റെ അർത്ഥം മനസ്സിലാകാഞ്ഞുകൊണ്ട് ഈ പേർപ്പസ് എന്താണെന്ന് മനസ്സിലായില്ല. 2, നൊസയാണ്. നസ എന്നുള്ളതാണ് ഒറിജിനൽ വേർഡ്. The husband's purpose is to lift the wife, not to trample her down, not to press her, push her, crush her down. ഇവിടെ ചവിട്ടി താക്കാനല്ല, കൊണ്ടുവാടി നിന്റെ വീട്ടിൽ നിന്ന് പറയാനുള്ളതല്ല.
മനസ്സിലായി? നീ പോയി കൊണ്ടുവന്ന് പറയാനുള്ളതല്ല. No, that's not the purpose. അത് നാസ, യു ഹാവ് ടു എലിവേറ്റ് ഹർ. സ്റ്റേജസ് ആഫ്റ്റർ സ്റ്റേജസ് നിനക്കും അവൾക്കും ഒരുപോലെ എലിവേഷൻ ഉണ്ടാകണം. ലാസ്റ്റിൽ നിങ്ങൾ ദൈവത്തിന് നിൽക്കുമ്പോൾ ക്രിസ്തുവിലാണും പെണ്ണുമില്ല, സ്ത്രീയും പുരുഷനില്ല, നിങ്ങൾ ഈക്വലായി. അടുത്തത്, ജീവന്റെ കൃപയ്ക്ക് നീ അവള് കൂട്ടവകാശിയാണ്. അപ്പൊ അവളെ തല്ലി കളഞ്ഞിട്ട് നീ അങ്ങ് സ്വർഗത്തിൽ കയറുന്ന ചിന്തിക്കണ്ട. 4, ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലിവിങ് ബീങ്ങിനെ കട്ട് ചെയ്യാറുണ്ട് 12 പാർട്ടായിട്ട്. ഡിസെക്ട് ചെയ്യുക, ഡിസെക്ഷൻ ആണ്. അല്ല, അവരെ നമുക്ക് രണ്ടുപേരും 2 പാർട്ടാക്കി മാറ്റി, അവർ രണ്ടും രണ്ടാക്കി മാറ്റി. അവർ രണ്ടും രണ്ടാക്കി മാറ്റി. ഇപ്പൊ ബന്ധം 2 ആണോ? അപ്പൊ അല്ലല്ലോ, അവരൊന്നല്ലയോ. നിനക്ക് എങ്ങനെ രണ്ടാക്കി? ഹൂ ഗേവ് യു ദ പെർമിഷൻ? ലിവിങ് ബോഡിയെ, ലിവിങ് ബീങ്ങിനെ 2ആയിട്ട് ഡിസെക്ട് ചെയ്യാൻ അനുവാദം ഉണ്ടെങ്കിൽ ഒരു വിവാഹം വേർതിരിക്കാനും അനുവാദമുണ്ട്. ഇതാണ് എൻ്റെ ലെങ്തി എക്സ്പ്ലനേഷൻ അബൌട്ട്. ഓഡിയൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ബോറടിച്ച് കാണുന്നു. എനിക്ക് എല്ലാവർക്കും ദേഷ്യം വന്ന് കാണും. ഒരിക്കലും ഇല്ല. That was a brilliant answer, sir. ഇങ്ങനെ ഞാൻ ചിന്തിക്കുകയായിരുന്നു, യഹോവയായ ദൈവം തന്നെ ഉൽപ്പത്തി പുസ്തകത്തില് വിവാഹമോചനം അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് യഹോവയായ ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. നിത്യത നഷ്ടപ്പെടുന്ന ആദ്യ പുസ്തകങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വിവാഹമോചനം പാടില്ല എന്നുള്ളത്. അത് മനുഷ്യൻ വേണ്ട വിധത്തിൽ അർത്ഥമാക്കാത്തത് കൊണ്ടാണ് അതിനേക്കാളും സീരിയസ് ആയിട്ട് നമുക്ക് നിത്യത നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഡിവോഴ്സ് എന്നുള്ളത്. മനുഷ്യർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ കാലങ്ങളിൽ ഇത്രയും ഡിവോഴ്സ് ഒന്നും വരത്തില്ലായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞത്, ഇത് നടത്തുമ്പം ഇതൊന്നും പറഞ്ഞിട്ടല്ല നടത്തുന്നത്. അതെ അതെ അതെ, ഒന്നും പറഞ്ഞിട്ടല്ല നടത്തുന്നത്. ഒന്നും പറയത്തില്ല, അങ്ങ് നടത്തിക്കൊള്ളുകയാണ്. അതിന് പുള്ളിക്ക് നല്ല പൈസ കൊണ്ട് ഊണും കിട്ടും. നടത്താൻ പറ്റുന്ന പുള്ളിക്ക് ഇപ്പോഴൊക്കെ നല്ല കവറും കിട്ടും, ഊണും കിട്ടും. പിന്നെന്താ വേണം പുള്ളി നടത്തിയിട്ട് പോയി. ഈ വോളിബോൾ ടീമിന്റെ ക്യാപ്റ്റന്, ഫുട്ബോളിന് ടീമിന് ട്രെയിനിങ് കൊടുത്തു. ഇവർക്ക് ഇതിനെപ്പറ്റി യാതൊരു ബോധമില്ല. ഈ നമ്മൾ വളരെ ഒരു നിസ്സഹായമായ ഒരു ഭാഷ പറഞ്ഞാൽ, ഈ പുസ്തകം കക്ഷത്തിൽ കൊണ്ടുവച്ച് നടക്കുക ബൈബിള്. എന്റെ പൊന്നച്ചേ, ഇതിനകത്ത് എന്ത് എഴുതി നിങ്ങൾക്ക് വല്ലതും അറിയാമോ? എന്തെങ്കിലും അറിയാമോ? ഈ അറിയത്തില്ലെന്നുള്ള കാര്യമെങ്കിലും അറിയാമോ? എങ്കിൽ പിന്നെ രക്ഷപ്പെട്ടിരും. കല്യാണത്തിന് പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ എൻ്റെ കുഞ്ഞു എനിക്കറിയത്തില്ല, കല്യാണത്തിന് പ്രസംഗിക്കാൻ എനിക്കറിയത്തില്ല എന്തെങ്കിലും പറഞ്ഞാൽ പോരെ. ഒരു മണ്ടം പ്രസംഗം ഒപ്പിച്ചോട്ടിങ്ങി വരും. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇനി അതിനകത്ത് കഷ്ടമാണ് ഞാൻ പറഞ്ഞത്, സായിപ്പിന്റെ സിലബസ് എടുത്ത് വെച്ചുള്ള കൗൺസിലിങ്. സായിപ്പിന്റെ സിലബസ് ഈ കൗൺസിലിംഗ് തുടങ്ങിയാൽ അവിടെ തന്നെ ഇപ്പൊ പിന്നെ കൗൺസിലിംഗിന് ആവശ്യമില്ല. കാര്യം ആരും കല്യാണം കഴിക്കുന്നില്ല. ഈ സിലബസിൽ കൗൺസിലിംഗ് തുടങ്ങിയ ശേഷം യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള മുഴുവൻ വിവാഹവും ഡൈവോഴ്സായി. അപ്പൊ ആ സാധനം നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുക കേരളത്തിൽ കൗൺസിലിംഗ് പിടികിട്ടിയത്. അതായത് ഒരു മരുന്ന് ഒരു രാജ്യത്ത് പരീക്ഷിച്ചപ്പോൾ ആൾക്കാരെല്ലാം ചത്തു. അതേ രോഗമുള്ള വേറെ രാജ്യത്തിലെ ആൾക്കാർക്ക് ഈ മരുന്ന് കൊണ്ട് കൊടുക്കുക. നിന്റെ കൗൺസിലിംഗ് കാരണം ഇംഗ്ലണ്ടിലും അമേരിക്കയിലും വിവാഹ ജീവിതം ആരുടെയും മെച്ചപ്പെട്ടു ഇല്ലല്ലോ. പിന്നെ ആ സാധനം എടുത്തുകൊണ്ട് ഇന്ത്യയെ കൊണ്ട് പാവം കൗൺസിലിംഗ് കൊടുത്ത് എങ്ങനെ ഇരിക്കും? അവനും മുടിഞ്ഞു മുണ്ടക്കോലൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ക്രൈസിസ് ഇതിനകത്ത്. യെസ്. Thank you very much, sir, for the elaborate explanation. ഈ സെഷൻ പ്രേക്ഷകർക്ക് വളരെ അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്നും നിങ്ങളുടെ ചോദ്യങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ അയക്കാവുന്നതാണ്. താമസിച്ചാലും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് സാറ് ഉത്തരം തരുന്നതായിരിക്കും. May God bless you all. Thank you. Thank you.